ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഊട്ടിയോട് വിട പറയാണ്. നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് കാണാത്തൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോണത്. നമ്മൾ ഊട്ടി ലേക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടി ലേക്ക് ഇവിടെയാണോ? ഇവിടേക്കാണ്, റൈറ്റ് സൈഡിൽ. ഇവിടെ കർണാടക പാർക്ക് എന്ന് പറഞ്ഞ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് ഹൗസ് 3 കിലോമീറ്റേഴ്സാ. അറിയില്ല, നമ്മൾ വഴി തെറ്റിണ്ടോന്ന് ഒക്കെ അറിയില്ല, ഡൗട്ട്ഫുള്ളാണ്. കുറേ നേരമായിട്ട് അവിടുന്ന് 3 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ 2 കിലോമീറ്റേഴ്സ് പറഞ്ഞാൽ കേൾക്കാണ്ട്. വഴി തെറ്റിണ്ടോന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക്. ബട്ട് ഇവിടുത്തെ ഡ്രൈവിങ് ഒരു പ്രത്യേക രസമാണ്, നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇനി ബോട്ട് ഹൗസിലേക്ക് ഒന്ന് പോട്ടെ. എന്നിട്ട് അവിടെ ബോട്ടിങ് ചെയ്യണോ ചെയ്യേണ്ടതിനെ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഊട്ടി ലേക്കിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യാൻ 60 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ വന്നതുകൊണ്ട് തന്നെ നമ്മളോട് ഹോഴ്സ് റൈഡും മറ്റേ കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ചിന്തിക്കാം വേണോ വേണ്ടേന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്താണ് എൻട്രൻസിന് അറിയില്ല. ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത കണ്ടപ്പോൾ ഈ വണ്ടി സേഫായിട്ടൊക്കെ എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് വണ്ടി ഇവിടെ ഇട്ടതാണ്. ഇവിടെ നിറച്ച് പൈൻ മരങ്ങൾ കാണാട്ടോ നിങ്ങൾക്ക്. ഈ കാണാനെല്ലാം പൈൻ മരങ്ങളാണ്. വണ്ടിയോട് പോകുന്ന കാരണം കൊണ്ട് സൗണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഈ ഭാഗത്ത് നിറച്ച് പൈൻ മരങ്ങൾ കാണാണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ ആൾക്കാർ ഈ വഴി പോകണ കണ്ടു. അപ്പോൾ നമ്മളും ഈ വഴി തന്നെ നമ്മളും പോകുന്നത്. അടിയിലും കുറേ ഹോഴ്സസ് നിൽക്കുന്നുണ്ട്. തന്നെ ഇവിടെ ചെറിയൊരു ഇറക്കാണേ. എന്തായാലും ഫ്രണ്ട്സ് ഉള്ളിലേക്ക് പോട്ടെ. ഓ, ഇതിൻ്റെ ഉള്ളിലും പാർക്കിംഗ് ഉണ്ടായിരുന്നു. സാറില്ല, നമ്മൾ വണ്ടി അവിടെ സേഫ് ആയിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ഓ, ഇത് ഹോഴ്സ് റൈഡിൻ്റെ സെക്ഷനാണ്. ഐ സി. കുതിര മാടി വിളിക്കണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് എൻട്രൻസ് ആ ഭാഗത്തുനിന്ന് ഇവിടുന്നാണ്. പിന്നെ അവിടെ വണ്ടികൾ വരുന്നുണ്ടല്ലേ, ആ ഭാഗത്തുനിന്നാണ് എൻട്രൻസ്. ഇതിനുള്ളിൽ ആവശ്യത്തിന് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 വീലേഴ്സ് പാർക്കിംഗ്, 4 വീലേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കടകളും കാര്യങ്ങളെല്ലാം ഒക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ പാർക്കിംഗ് ചാർജ് കുറവായിരിക്കും. ഇല്ല, അറിയാതെ പോയി. ബോട്ട് ഹൗസ് എൻട്രൻസ് ടിക്കറ്റ്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും എടുക്കണ്ടേ. ഞാൻ ഫ്രണ്ട്സ് ടിക്കറ്റ് എടുത്തിട്ട് വരാം. അഡൽട്ട്സ് 15 രൂപ കേട്ടോ. 5 വയസ്സിന് മേലെയുള്ള ആൾക്കാരല്ല അഡൽട്ട്സ്. ഫ്രണ്ട്സ്, നമ്മൾ ടിക്കറ്റ് എടുത്തു, ന്യൂലേക്ക് പോവാണ്. ബോട്ടിൻ്റെ ടിക്കറ്റ് എല്ലാം ഉള്ളിലാണ് എടുക്കേണ്ടത് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ പെഡൽ ചെയ്യാൻ നമ്മൾ ബോട്ട് റോ ചെയ്യാൻ നമ്മൾ ഒരാളിനെ വെച്ചേക്കാണ്. നമുക്കിപ്പോൾ പെഡൽ ബോട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓ, അതിന് ലൈഫ് ജാക്കറ്റ് ഉണ്ടോ? ഓക്കെ, ലൈഫ് ജാക്കറ്റ് ഇട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞു. ലൈഫ് ജാക്കറ്റ് ഇട്ടുണ്ട്. ഓ, ഈ ബോട്ടാണ്. ഈ ബോട്ടിലപ്പോൾ നമ്മൾ കയറുന്നത്. ഞാൻ ആദ്യം കയറാം. സെൻട്രൽ കാല് വയ്ക്കാം അല്ലേ? സെൻട്രൽ കാല് വെച്ചു. ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നു. അങ്ങനെ ബോട്ടിങ് തുടങ്ങി. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്.
പെഡൽ ബോട്ട് 4 ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ പെഡൽ ചെയ്യുകയാണെങ്കിൽ 450 രൂപയാണ്, 2 പേർക്ക് 250 രൂപ. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ റോ ചെയ്യുന്ന ചേട്ടുണ്ടെങ്കിൽ നമുക്ക് 700. അതിൽ ഇപ്പോൾ നമ്മൾ ഇൻ ദ വെരി ബിഗിനിങ് വി ഹാവ് ടു ഗിവ് 1000 rupees ആസ് അഡ്വാൻസ്. ദെൻ ആഫ്റ്റർ നമ്മൾ ബോട്ട് റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഗിവ് us 300 റിഫണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബോട്ടിന് എന്തെങ്കിലും ഡാമേജ് ചെയ്യാനോ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ 300 rupees അഡ്വാൻസ് ആയിട്ട് വയ്ക്കുന്നത് കേട്ടോ. കണ്ടോ, അവിടെ ചെറിയൊരു കാർണിവൽ പോലത്തെ സംഭവങ്ങളുണ്ട്. സംഭവം വെയിലുണ്ടെങ്കിലും നമുക്ക് വെയിൽ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിങ് കഴിഞ്ഞു. വേ ടു എക്സിറ്റ്. ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. How much for the photo? Big size 100 rupees, sir. Okay. Small size 50. Okay. Over there? I love Ooty. I love Ooty. Big size 100 rupees. Okay. Come. ഇപ്പോൾ ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഓർമ്മകളല്ലേ. അപ്പോൾ എല്ലാ തവണ ഊട്ടി വന്നാൽ ഒരു ജസ്റ്റ് ഒരു 100 രൂപ എടുത്തൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ ആൽബത്തിൽ ഇങ്ങനെ ഇരിക്കും. ഐ ലവ് ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇനി ഫോട്ടോ എടുക്കട്ടെ ഫ്രണ്ട്സ്. ഇവിടെ കുറച്ച് ഈറ്റബിൾ കോൺടോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹൊറർ ഹൗസ്, അതൊന്നും കാര്യമുള്ള കേസല്ല. കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബട്ടർഫ്ലൈയും പോലത്തെ കാര്യങ്ങൾ. ഫ്രണ്ട്സ്, ഇവിടെ ഒരു മിനി ട്രെയിൻ സ്റ്റേഷൻ, പിന്നെ ചെറിയൊരു ഗെയിമിംഗ് സോണൊക്കെ ഉണ്ട്. ട്രെയിനിൽ പോകണമെങ്കിൽ ട്രെയിനിൽ പോവാം. ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്. ഇതെന്താ സംഭവം നമുക്ക് നോക്കി നോക്കാം. How much for it? 100. How many balls? 8 shots. Okay. 1. 100 rupees. Ah. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പെയിൻറ്റ് ബോൾ അടിച്ചു നോക്കിയും ഒരു കാര്യം ഉണ്ടായില്ല, ഒന്നും കിട്ടിയില്ല. അയ്യോ, ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ കുട്ടി ട്രെയിനിലേക്ക് കയറി. ദൈവമേത് കുട്ടി തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുമല്ലോ. ആവശ്യത്തിന് മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ട്രെയിൻ സവാരി കഴിഞ്ഞു. ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല, വലിയ പറ്റിക്കല്ലേ. ഒരു 100 മീറ്റർ അങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് തന്നെ സംശയം. ഇത് ചെറിയ കുട്ടികൾ നമ്മൾ കേരളത്തിൽ തന്നെയാണ്. കണ്ണൂർ ഏതൊരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു, അവിടെ നിന്ന് വന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഊട്ടിയിലേക്ക് ഇങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇതിനിടയ്ക്ക് ഒരു കയറ്റം കയറിയപ്പോൾ ടയർഡായി. ഇതിനിടയ്ക്ക് പോകുമ്പോൾ ഒരു കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റോസ് ഗാർഡനിലൊന്നും കാര്യമായിട്ട് പൂക്കളില്ല. ആൻഡ് അവർ പണ്ടത്തെ അറിയാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലാണ് പറഞ്ഞത്.
പിന്നെ കർണാടക ഗാർഡൻ പ്രൈവറ്റ് വ്യക്തിയുടെയാണെന്ന് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയെങ്കിൽ കർണാടക ഗാർഡൻ കൂടി നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത് വീട്ടിലേക്ക് എത്തേണ്ടതാണ്. ഊട്ടി പോകണ്ടല്ലേ. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ കർണാടക ഗാർഡനിലേക്ക് പോകുന്ന റൂട്ടാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. അയ്യോ, ഒരു മരണ വണ്ടിയാണ് പോകുന്ന സംശയമുണ്ട്. തമിഴ്നാട്ടിലത്തെ വണ്ടികളും അങ്ങനെയാണല്ലോ. അതെ മരണ വണ്ടിയാണ്. പാർക്കിംഗ് ഏരിയ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. പൂക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലേക്ക് കയറാം, ഇല്ലെങ്കിൽ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലേ. പ്രത്യേകിച്ച് ഇവിടുന്ന് കാണുമ്പോൾ പൂക്കളൊന്നും കാണാനൊന്നുമില്ല. എന്തെങ്കിലും നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് എത്തിച്ച് നോക്കണോണ്ട് പ്രത്യേകിച്ച് ചിലവുണ്ടാവില്ല. ഞാൻ വണ്ടി ഒന്ന് ഇവിടെ വെറുതെ ഒന്ന് സൈഡാക്കട്ടെ. ഞാൻ ജസ്റ്റ് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് എന്താണ് പുറത്തൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ല. സംഭവം ഇതാണ്. പ്രത്യേകിച്ച് പൂക്കളും കാര്യങ്ങളൊന്നും കാണാനില്ലല്ലോ. നോക്കി റോസ് ഗാർഡനിൽ പൂവില്ലാത്ത സ്ഥിതിക്ക് ചിലപ്പം ഇവിടെയും പൂക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. റോസിലൊന്നും പൂവ് കാണാനില്ല. എന്തായാലും അവരോട് ചോദിക്കട്ടെ വേണോ പോകണോ പോകണ്ടേന്ന്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇനി ബൈ ചാൻസ് പോകണില്ലെങ്കിൽ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.